പരിശുദ്ധ കുർബാനയുടെ മുഖ്യഗായകൻ ബഹുമാനപ്പെട്ട മത്യു തുളാകലശ, നമ്മുടെ ഇസ്രായേലിൻ്റെ റിച്ചൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ഭാഗ്യപ്രകലശ, മറ്റ് വൈദികരെ, സ്നേഹം നിറഞ്ഞ മാതൃവേദി അംഗങ്ങളെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മധ്യയാണ്. നമുക്കൊക്കെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അൽഫോൻസാമയുടെ പുണ്യകുടീരത്തിൻ്റെ ചുറ്റുമാണ് നമ്മൾ. നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. നമ്മൾ ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാന മധ്യേ വായിച്ചു കേട്ട തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ സുവിശേഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം പെസഹ തിരുനാളുമായിട്ടുള്ള ഒരു സംഭവമാണ്. പെസഹ തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് ധാരാളം ആളുകൾ അവിടെ പല ദേശങ്ങളിൽ നിന്ന് ഒന്നിച്ചു വന്നിട്ടുണ്ട്. അവസരത്തിലാണ് ഈശോ കഴുതയുടെ പുറത്ത് ജെറുസലേമിലേക്ക് രാജകീയമായിട്ട് പ്രവേശനം ചെയ്യപ്പെട്ടത്. അതിന് തൊട്ട് കഴിഞ്ഞുള്ള സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവിടെ ആദ്യ വാക്യത്തിൽ തന്നെ കാണുകയാണ്, ഗ്രീക്കിൽ നിന്ന് വന്നവര് അവരെ ഈശോയെ കാണാനുള്ള ആഗ്രഹം ഫിലിപ്പോസിനോട് പ്രകടിപ്പിക്കുകയാണ്. ഫിലിപ്പോസ് അവരുടെ ആഗ്രഹം വീണ്ടും അന്ത്രയോസിനോട് പറയുകയാണ്. ഇങ്ങനെ കൈമാറി പോവുകയാണ്. ഈശോയെ കാണാനായിട്ടുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ പല ഇടവകളിൽ നിന്ന് വന്നവരാണ്. അൽഫോൻസാമയുടെ കബറിടത്തിൽ വന്നപ്പോൾ ഈ ഇസ്രായേലിന്റെ റിട്ടച്ചനെ കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് വന്നപ്പോൾ നേരെ റിട്ടച്ചനെ കാണാത്തതുകൊണ്ട് അസിസ്റ്റന്റ് അച്ഛനോട് പോയി പറഞ്ഞു, ഞങ്ങൾക്ക് റിട്ടച്ചനെ കാണണം. അപ്പോൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് അസിസ്റ്റന്റ് അച്ഛൻ റിട്ടച്ചന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഇവർക്ക് നിങ്ങളെ കാണണം. അപ്പൊ അത്തരത്തിൽ കൈമാറി ഗ്രീക്കുകാരുടെ ആഗ്രഹം ഫിലിപ്പോസിനോട് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് അവരെയും കൂട്ടിക്കൊണ്ട് അന്ത്രയോസിന്റെ അടുത്ത് വരുന്നു. അന്ത്രയോസ് ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് ഈശോയുടെ അടുത്ത് ഈശോയെ കാണാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഈശോയെ കുറിച്ചുള്ള കിംവദന്തികൾ ആ സമയങ്ങളിലെല്ലാം ആ പ്രദേശം മുഴുവൻ പ്രചരിച്ചിരുന്നു. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ചുറ്റും ധാരാളം ആളുകൾ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈശോയെ കാണാനായിട്ടുള്ള ആഗ്രഹം അവരുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാവുകയാണ്. പക്ഷേ ഈ അവരുടെ ആഗ്രഹമായിട്ട് ഇവർ വന്നപ്പോൾ ഈശോ അവരോട് പെട്ടെന്ന് തന്നെ പറഞ്ഞത്, മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. നമ്മൾ 24-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുകയാണ്, ഈശോ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വേറെ ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണിയുടെ തിളക്കത്തെ കുറിച്ചോ അതിന്റെ ഗുണത്തെ കുറിച്ചോ അതിന്റെ മേന്മയെ കുറിച്ചോ ഒന്നുമല്ല ഈശോ പറഞ്ഞത്. നിങ്ങളും ഇങ്ങനെ മറ്റുള്ളവരെ കാണാനായിട്ടുള്ള വ്യഗ്രതയോടെ ഓടി നടക്കുകയല്ല വേണ്ടത്, സ്വയം അഴിഞ്ഞ് ഇല്ലാതാവുകയാണ് വേണ്ടത് എന്നാണ് ഈശോ ഓർമ്മിച്ചത്. ലത്തീൻ ഭാഷയിൽ കാഡൻസ് ഇൻ ടെറാ മോർട്ടോ fall into ground and dies. നിലത്ത് വീണ് അഴിഞ്ഞാൽ മാത്രമേ ഫലം മെച്ചപ്പെടുകയുള്ളൂ എന്ന് ഈശോ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ അഴിയൽ പ്രക്രിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മൊപ്സിയാനിയിലെ തേടോട് ഇപ്രകാരം ഈ ഉപമയെ കുറിച്ച് പറയുകയാണ്, ഈശോ തന്നെയാണ് ഈ ഗോതമ്പ് മണി. നിലത്ത് വീണ് അഴിഞ്ഞ് പുനരുത്ഥാനത്തിലൂടെ മഹത്വം പ്രാപിച്ച ഈശോ തന്നെയാണ് ഈ ഗോതമ്പ് മണി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇത് മഹത്വവൽക്കരിക്കപ്പെട്ടപ്പോൾ, പ്രകാശപൂരിതമായപ്പോൾ ആ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ആ ദേശം മുഴുവൻ പ്രഭ ചൊല്ലിയുന്ന തരത്തിൽ ഉള്ള ഒരു ഫലം ആയി നിൽക്കുവാൻ, വിളകി നിൽക്കുവാൻ, മഹത്വം പ്രാപിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ഇരണയോസ് ഈ ചിന്തയെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ്,
അഴുകിക്കൊണ്ടിരിക്കുന്ന ഗോതമ്പ് മണി പരിശുദ്ധ കുർബാനയാണ്. Dying grain becomes the Holy Eucharist. അഴിഞ്ഞ് ഇല്ലാതായി മഹത്വം പ്രാപിച്ച ഈ ഗോതമ്പ് മണി അത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ജീവൻ മറ്റുള്ളവർക്ക് നൽകുന്ന തരത്തിൽ അഴിയപ്പെട്ട അവസ്ഥ ഉണ്ടാകണമെന്ന് ഇരടേവോസും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതം നമുക്കൊക്കെ സുപരിചിതമാണ്. സൗണ്ടായിട്ട് ജീവിച്ചവനാണ്. ഒത്തിരിയേറെ പീഡകൾ മറ്റുള്ളവർക്ക് നൽകിയവരാണ് സൗൾ. പക്ഷേ ഒരു സമയമെത്തിയപ്പോൾ കുതിരയുടെ പുറത്തു നിന്ന് താഴെ പോയപ്പോൾ അവന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതായപ്പോൾ അവന് അഴിയപ്പെടുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. ഈ അറിയപ്പെടൽ, ഈ ജീവത, പഴയ ജീവിതത്തിൽ നിന്നുള്ള ജീവത അവന് വന്നപ്പോൾ അവൻ മഹത്വവൽക്കരിക്കപ്പെട്ട് ലോകം മുഴുവൻ ഓടി നടന്ന് ഈശോയെ കൊടുക്കുന്ന ഒരാളായിട്ട് മാറുകയാണ്. പൗലോസ് അഴുകിയപ്പോൾ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന ആളായിട്ട് പൗലോസ്ലീഹ മാറി. നമ്മുടെയൊക്കെ പിതാവായ തോമാസ്ലീഹായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈശോ ഉദ്ധരനായ നിറഞ്ഞ ആദ്യ വർഷത്തിൽ തോമാസ്ലീഹ അവിടെ ഇല്ലായിരുന്നു നമുക്കറിയാം. മറ്റ് ശിഷ്യന്മാര് ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങള് തോമാസ്ലീഹായോട് പറഞ്ഞപ്പോൾ അവനത് വിശ്വസിച്ചില്ല. പിന്നെ ഈശോയുടെ അടുത്തെത്തിയപ്പോൾ, ഈശോയെ നേരിട്ട് കണ്ടപ്പോൾ, ഈശോയുടെ വക്ഷത്തിൽ അവൻ തൊട്ടപ്പോൾ അവരും അഴിയുകയാണ്, സ്വയം മാറുകയാണ്. സ്വയം മാറി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന തരത്തിൽ മറ്റ് ദേശങ്ങളിലേക്ക് എത്തി ആ മഹത്വം കൊടുക്കുന്ന ആളായിട്ട് തോമാസ്ലീഹ മാറുകയാണ്. പത്രോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പത്രോസും ഈശോയൊക്കെയുള്ള അവസാന സമയങ്ങളിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈശോ അവരെ വിട്ട് തനിയെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരെല്ലാം നിദ്രാഭാരത്താൽ വലയുന്ന ശിഷ്യന്മാരെ ഈശോ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? അത് പത്രോസ് വലിയ മാനസാന്തരത്തിന് കാരണമായി. പത്രോസിന്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്ന തരത്തിൽ അവരും അഴിയുന്ന അനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ശ്രീനന്ദവരെ നമുക്ക് ഈ ചിന്തകൾ വെച്ചുകൊണ്ട് സ്വയം അഴിഞ്ഞു തീരുന്ന ഇല്ലാതാകുന്ന ഒരു അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്താം. വിശുദ്ധ അൽഫോൻസാമ അത് തന്നെയാണ് നൽകുന്നത്. സ്വയം ഇല്ലാതായി ജീവിതത്തിൽ മുഴുവൻ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും അസുഖങ്ങളും ഒക്കെ വന്നപ്പോൾ തമ്പുരാനെ പ്രതി സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ ധീരമായിട്ട് ആ തലങ്ങളിൽ നിന്ന് പ്രവർത്തിച്ച വിശുദ്ധ അൽഫോൻസാമ. നമ്മുടെ ഈ ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ഇടവ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്നു നീങ്ങുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ അൽഫോൻസ സൂക്തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് വിശുദ്ധമായിട്ടുള്ള ചിന്തകളാണ്. അൽഫോൻസാമയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല വിശുദ്ധമായിട്ടുള്ള ചിന്തകളാണ്. അത് നമ്മൾ വായിക്കുന്നവരാണ്, അത് പ്രാർത്ഥനാപൂർവം നമ്മൾ ധ്യാനിക്കുന്നവരാണ്. അത് ധ്യാനിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഈ അഴിയൽ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഉതകുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തണം. നമ്മുടെ ഇതിന് മുൻപത്തെ 2 തവണ മുൻപത്തെ മാർപ്പാപ്പായിരുന്ന ബെനഡിക്ട് മാർപ്പാപ്പ ഇറ്റലിയിലെ ഒരു തീരദേശങ്ങളിലുള്ള ഇടവക സന്ദർശിച്ചപ്പോൾ ആ ഇടവകയെ കുറിച്ച് പറഞ്ഞത്, ആ ഇടവക ലൗദേദൂസ് എന്നാണ്. ലൗദേദൂസ് എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ പ്രകാശ ഗോപുരം എന്നാണ്. ആ ഇടവകയെ കുറിച്ച് പ്രകാശ ഗോപുരം ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് മറ്റുള്ളവർക്കൊക്കെ ജീവിതത്തിൽ ദിശയും പ്രകാശവും നൽകുന്ന സ്ഥലമാണ്. കപ്പൽ യാത്രക്കാർക്ക്, മറ്റു തീർത്ഥാടകർക്ക്
ധാരാളമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രകാശ ഗോപുരമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ഇത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്രകാരം അൽഫോൻസ സൂക്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ സൂക്തങ്ങള് കാണുമ്പോൾ, ആ സൂക്തങ്ങൾ വായിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ ഈ അടിയൽ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പായെ നമുക്കൊക്കെ സ്നേഹമാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഈ നാളുകളിലൊക്കെ കേൾക്കുന്നവരാണ്. അദ്ദേഹം ഈ ഉപമയെ കുറിച്ച് അല്ലെങ്കിൽ ഈ അണിയൽ പ്രക്രിയയെ കുറിച്ച്, ഈ ഗോതമ്പ് പൊടിയെ കുറിച്ച് ലിയോ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത്, ഈ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. പ്രത്യേകിച്ച് വരുന്ന സെപ്റ്റംബർ മാസം 1-ാം തീയതി the world day for care of creation, സൃഷ്ടിയുടെ പരിപാലനത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമാണ്. ആ ദിനത്തെ കുറിച്ച് ലിയോ മാർപ്പാപ്പ മുൻകൂട്ടി പറഞ്ഞു വെക്കുന്നത്, ഇത് ഈ ദിനത്തിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അണിയൽ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ചിന്തയാണ്. അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുകയും വയ്ക്കുക, സീഡ്സ് ഓഫ് പീസ് ആൻഡ് ഹോപ്പ്. നമ്മള് ഗോതമ്പ് പൊടി ആയാൽ പോരാ, അഴിഞ്ഞാൽ മാത്രം പോരാ, പിന്നീട് അത് ഫലം ചൂടുമ്പോൾ ആ ഫലങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണത്തെ കുറിച്ചാണ് ലിയോ മാർപ്പാപ്പ പറഞ്ഞു വെക്കുക. സീഡ്സ് ഓഫ് പീസ് ആൻഡ് ഹോപ്പ്, സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഗോതമ്പ് മണികൾ ആകണമെന്നാണ് ലിയോ മാർപ്പാപ്പ വരും നാളുകളെ കുറിച്ച് പറഞ്ഞു വെക്കുക. തീർച്ചയായിട്ടും അമ്മമാരായ നമ്മളും ഇത്തരത്തിൽ ഗോതമ്പ് മണിയാകുമ്പോൾ, നിലത്ത് വീണഴിയുമ്പോൾ അതിനപ്പുറമായിട്ടുള്ള ഈ ഗോതമ്പ് മണി സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഗോതമ്പ് മണിയാണ്. നമ്മൾ അമ്മമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണമാണ്. നമുക്ക് മനസ്സമാധാനം ധാരാളം ഉള്ളവരാണ്. മനസ്സമാധാനം മറ്റുള്ളവർ കൊടുക്കുന്നവരാണ്. പ്രത്യാശ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണെന്നുള്ള ഗുണം. ഈ പ്രത്യാശയും സമാധാനവും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല ആളുകളായിട്ട് മാറാം. അതിന്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ, പ്രത്യാശ നമ്മുടെ കുടുംബത്തിൽ കൊടുക്കുന്നവരാണ്. ഏത് പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴും, ഏത് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിത പങ്കാളിയ ഒത്തുള്ളതാകട്ടെ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ആകട്ടെ, അവിടെയൊക്കെ സമാധാനം കാംക്ഷിക്കുവാൻ, അവരോട് സമാധാനം ദൂത് പറയുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള കഴിവുള്ളവരാണ് നമ്മുടെ അമ്മമാര്. അതുപോലെ തന്നെ പ്രത്യാശ കൊടുക്കാനായിട്ട്, ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിൽ തളരാതെ വരുന്ന നാളുകളെ കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് പ്രതീക്ഷ കൊടുക്കുന്നവരാണ് നമ്മൾ. തീർച്ചയായിട്ടും ഇനി വരുന്ന നാളുകളിലൊക്കെ നമുക്കും ലിയോ മാർപ്പാപ്പയുടെ ഈ ചിന്തയോട് ചേർന്നുകൊണ്ട് പ്രത്യാശയും സമാധാനവും കൊടുക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാം. നമുക്ക് ഭക്തിപൂർവ്വം പരിശുദ്ധ അൽഫോൻസാമ്മയോട് ചുറ്റുമായിരിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ മാതൃവേദിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഈ വരുന്ന വർഷവും കൂടുതൽ ഉണർവോടും പ്രത്യാശയോടും കൂടെ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മുടെ എല്ലാവരെയും ശ്രദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.